മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരണപ്പെട്ട ആ വാർത്ത അന്വേഷിച്ചു പോയപ്പോഴാണ് വ്യക്തമായും ഒരു യൂട്യൂബ് ചാനലിന്റെ അടക്കം ഉടമയുമായ ഒരു വ്യക്തിയാണ് ഈ മരണത്തിന് കാരണക്കാരൻ എന്ന് വ്യക്തമാവുകയാണ്. അത് പുറമേ ഒന്നുള്ള വ്യക്തിയല്ല, സ്വന്തം ഭർത്താവ് തന്നെയാണ് ഭാര്യയുടെ മരണത്തിന് കാരണക്കാരനായി മാറിയിരിക്കുന്നത്. ഭർത്താവിനെതിരെ ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് വന്നിട്ടുണ്ട്. മലപ്പുറം ചട്ടിപ്പറമ്പിൽ താമസിക്കുന്ന സിറാജുദ്ദീന്റെ ഭാര്യയും പെരുമ്പാവൂർ അറക്കപ്പടി കോമ്പ്രാമ്പിൽ വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകളുമായ അസ്മ എന്ന 35 വയസ്സുകാരിയാണ് മരിച്ചത്. ബന്ധുക്കൾ വലിയ രീതിയിൽ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. ചികിത്സ കിട്ടാതെയാണ് മരിച്ചത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ബന്ധുക്കൾ. ഇത് മലപ്പുറം പോലീസിന് കൈമാറും. മന്ത്രവാദ ചികിത്സയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടത്തുന്ന ഭർത്താവ് പ്രസവ വേദന അനുഭവപ്പെട്ടിട്ടും യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചില്ല എന്നാണ് ആരോപണം. ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീൻ ചികിത്സയടക്കം യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഉണ്ടായത്. യുവതിയുടെ മൃതദേഹവുമായി പെരുമ്പാവൂരിലെ വീട്ടിലെത്തിയ യുവാവിനെ ബന്ധുക്കൾ ചോദ്യം ചെയ്തതിന്റെയും മറുപടി ഇല്ലാതെ ഉത്തരം മുട്ടി നിൽക്കുന്ന സിറാജുദ്ദീന്റെയും വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ആ വീഡിയോയിലേക്ക് നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലടാ. നീ വെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ. നിന്നെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ. മറ്റേ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ. ഈ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കാതിന്. ഇല്ല, നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താട്ടി. ഞങ്ങൾ വ്യക്തിനെ പറഞ്ഞുവിട്ടേക്കാം. ലാസ്റ്റ് കോള് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കൊടുക്കാൻ പോണുള്ളൂ. ഇനി നീ കോൾ ചെയ്യണ്ട, നമ്പർ കാട്ടി തന്നാ മതി. ഞാൻ കോൾ ചെയ്യണ്ട. ഫാത്തിമ പ്രസവം എടുക്കുന്ന ഉമ്മ മലപ്പുറം. ഇവരെ നീ എപ്പോഴാ വിളിച്ചേ? നീ മറ്റേ ഈ ആശുപത്രി മറ്റേ ഈ ഇതിന് വേണ്ടിട്ടേ വണ്ടിക്ക് വേണ്ടിട്ട് എപ്പോഴാ വിളിച്ചേ? അല്ലടാ, വണ്ടിക്ക് വേണ്ടി. അപ്പൊ ഉമ്മ അവിടെ ഇല്ലേ? പ്രസവം എടുത്തേക്കല്ലേ? പ്രസവമൊക്കെ എടുത്ത് ഇവിടെ കഞ്ഞി കുടിച്ച് അവര് പോയി. അവര് പോയതിനു ശേഷമാണ് ശ്വാസം മുട്ട് വന്നത്. ശ്വാസം മുട്ട് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു. ഉമ്മ അവർക്ക് ശ്വാസം മുട്ട് വരണമെന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ അടുത്ത് ഞാൻ കിടക്കട്ടെ നോക്കി കിടന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് അവരെടുത്ത് പറഞ്ഞു പ്രസവം എടുക്കേണ്ട ക്ഷീണമുണ്ടാകും. മുമ്പത്തെ പ്രസവത്തിന് അങ്ങനെ. നീ എത്ര മണിക്കാ മറ്റേ തള്ളനെ വിളിച്ചേ? കുറെ മണിക്ക് സമയം. അല്ലടാ, എന്റെ തള്ള വന്നോ? പറയുന്നേ കേക്ക്. കിടന്നു. ഞാൻ വിളിച്ചാൽ ഞാൻ കിടക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അവിടെ കിടന്ന ശേഷം പിന്നെ അവർക്ക് അണങ്ങുന്നില്ല. അപ്പോഴാണ് ഞാൻ അനങ്ങളിലാന്ന് വന്നപ്പോ ശ്വാസം മുട്ടൊന്നപ്പോഴാണ് ഞാൻ വിളിച്ചത്. പ്രസവത്തിന് അവരുടെ വണ്ടി അതിന് വിളിച്ചായിട്ട് വണ്ടി ഉണ്ട്. അവരുടെ വണ്ടി ഉണ്ട്. അവരുടെ വണ്ടിയായിട്ടൊന്ന് വരാൻ വേണ്ടി വിളിച്ചു. വണ്ടി വന്നോ? എല്ലാം ഒറ്റ ടൈമിൽ തന്നെ നടന്നത് പോലും. നീ വിളിക്കലും കഴിഞ്ഞ് അപ്പൊ തന്നെ ഇവള് വേണ്ടാന്ന് പറഞ്ഞ് അവള് കിടക്കുകയും ചെയ്ത് എല്ലാം ഒറ്റ ടൈമിൽ. മോനോടുണ്ടല്ലോ ചോദിച്ചു നോക്ക്. നീ മോനെ ചോദിക്കണതല്ല ഞങ്ങൾക്ക് അറിയേണ്ടത്, നിന്റെ അടുത്തുനിന്ന് അറിയേണ്ടത്. നീ അവനെ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചേക്കണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ലടാ. നീ വെറും നാറിയാന്നുള്ളത് ഞങ്ങൾക്കറിയാലോടാ. നിന്നെ ഇതിന്റെ വീഡിയോ എടുത്തോട്ടാ. മറ്റേ മടവൂർ കാഫിലയുടെ അതിനകത്തേക്ക് ഇടാനുള്ളതാ. ഈ ഇതിനും കൂടി ഇവർക്കൊക്കെ ഇതിന്റെ വീതമുള്ളതാ. ഇതിനകത്ത് വീതമുള്ളതാ. ഇതിനകത്ത് ഷെയ്ഖുന നീ ജീവൻ കൊടുപ്പിക്കാതിന്. ഇല്ല, നീ ജീവൻ കൊടുപ്പിച്ചതാണ് ആ പുള്ളിക്ക്. നീ മറ്റേ ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലേ? നീ ചുട്ട കോയിനെ പറപ്പിക്കുന്ന ആളല്ലടാ. നീ ആ പുള്ളിക്ക് ജീവൻ താട്ടി. ഞങ്ങൾ വ്യക്തിനെ പറഞ്ഞുവിട്ടേക്കാം. നീ കഴിഞ്ഞ ദിവസം ഏതോ ഒരാളെ വിളിച്ചിട്ട് തെന്നണ വോയിസ് ഇവിടെ പുറത്ത് നാട്ടുകാർ മൊത്തം കേട്ടായിരുന്നു. ഇല്ലേ? ആദ്യമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് നീ തെന്നണ. പ്രസവം കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ട് വന്നു. പെട്ടെന്ന് ഞാൻ അവരെ വിളിച്ചു. ശ്വാസം മുട്ടെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിച്ചു. നിന്റെ തള്ള വന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഈ വീഡിയോയിൽ വ്യക്തമായി തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇവന്റെ വീഡിയോ എടുത്തോളൂ കേട്ടോ. അവന്റെ മടവൂർ കാഫിയിൽ ഇടാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി രണ്ടു കൂട്ടരും ആശുപത്രിയിൽ ചികിത്സയാണ്. ഭാര്യയെ കിട്ടാത്ത ചികിത്സ, പ്രസവിച്ച പിഞ്ചു കുഞ്ഞിന് കിട്ടാത്ത ചികിത്സ, അടി
അടിയന്തര ചികിത്സ എന്തിനാണ് ഇയാൾക്ക് എന്ന ചോദ്യവുമായി വളരെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉയരുകയാണ്. എന്തായാലും നീ ജീവൻ കൊടുപ്പിച്ചതാടാ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ബന്ധുക്കൾ ചാടി വീഴുന്നതും ദൃശ്യങ്ങളിലുണ്ട്. യുവതിയുടെ 5ാമത്തെ പ്രസവമായിരുന്നു ഇത്. യുവതി മരിച്ച വിവരം ആദ്യം ഇയാൾ ആലപ്പുഴയിലെ സുഹൃത്തിനെയാണ് അറിയിച്ചത്. പിന്നീടാണ് യുവതിയുടെ ബന്ധുക്കളോട് പറഞ്ഞത്. യുവതിയുടെ മൃതദേഹവുമായി സിറാജുദ്ദീനും 5 സുഹൃത്തുക്കളും ഞായറാഴ്ച രാവിലെ അറക്കപ്പടിയിലെത്തിയപ്പോൾ ചെറിയ തോതിൽ സംഘർഷവും ഉണ്ടായിരുന്നു. ശുഭതരായ വീട്ടുകാർ സിറാജുദ്ദീനോട് തട്ടിക്കയറി തങ്ങളെ മർദ്ദിച്ചെന്ന് ആരോപിച്ച് സിറാജുദ്ദീനും സുഹൃത്തുക്കളും പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ സിറാജുദ്ദീനും സുഹൃത്തുക്കളും മർദ്ദിച്ചതായി യുവതിയുടെ ബന്ധുക്കളും പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലെ വീട്ടിലെത്തിച്ചു. രഹസ്യമായി സംസ്കരിക്കാനുള്ള നീക്കം പോലീസ് തടയുകയായിരുന്നു. മൃതദേഹം പോലീസ് ഏറ്റെടുത്തു. താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പെരുമ്പാവൂരിൽ ഖബറടക്കം നടത്തും. പെരുമ്പാവൂർ ആറയ്ക്കപ്പടി പ്ലാവിൽ ചുവട് കോമ്പ്രയിൽ കുടുംബാംഗങ്ങളും മലപ്പുറം ചട്ടിപ്പറമ്പ് സിറാജ് മൻസിലിൽ സിറാജുദ്ദീന്റെ ഭാര്യയുമായ അസ്മയാണ് മരിച്ചത്. പ്രസവാനന്തരം പ്രശ്നങ്ങൾ നേരിട്ടുവെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുകയോ നവജാത ശിശുവിനെ പരിചരിക്കുകയോ ചെയ്തില്ല എന്ന യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. നവജാത ശിശുവിനെ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 6-ന് പ്രസവിച്ച അസ്മ രാത്രി 9-ന് മരിക്കുകയും ഈ വിവരം രാത്രി 12-ന് ആണ് അസ്മയുടെ വീട്ടിൽ അറിയിക്കുകയും ചെയ്തത്. മൃതദേഹവും നവജാത ശിശുവുമായി സിറാജും 5 സുഹൃത്തുക്കൾക്കൊപ്പം ആംബുലൻസിൽ ഞായറാഴ്ച രാവിലെ 7-ന് യുവതിയുടെ വീട്ടിൽ എത്തിയിരുന്നു. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാതെ ഉണങ്ങിയ ചോരപ്പാടുകളുമായി വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളായ സ്ത്രീകൾ ചോദ്യം ചെയ്തു. തുടർന്നുള്ള സംഘർഷത്തിൽ പരിക്കേറ്റ സിറാജുദ്ദീനും അസ്മയുടെ ബന്ധുക്കളായ സ്ത്രീകളും ഉൾപ്പെടെ 11 പേർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബന്ധുക്കളടക്കമുള്ളവർ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക് ഞാൻ പരാതിയായിട്ട് പോകാനുള്ള കാരണം ഈ അസ്മ 6 മണിക്ക് വീട്ടിൽ പ്രസവിച്ചെന്നും 9 മണിക്ക് മരിച്ചെന്നും ആണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഈ അസ്മക്ക് ശ്വാസം മുട്ട് വന്നതിന് ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ മരുന്ന് മറ്റുള്ളതൊന്നും ചെയ്തില്ല. പക്ഷേ അത് ഇവൻ പറയുന്നത് ഇവൻ വെള്ളം മന്ത്രിച്ച് കൊടുത്തത് ശിവ മാറ്റിയെന്നാണ്. പക്ഷേ ഇതിന് ശേഷം ഈ അസ്മ മരണപ്പെട്ടതിന് ശേഷം ഈ അസ്മയുടെ ബന്ധുക്കളായ അസ്മയുടെ ആങ്ങളമാരോ അതല്ലെങ്കിൽ കുഞ്ഞമ്മ എന്ന് പറഞ്ഞ് ഞാനോ അതല്ലെങ്കിൽ ഞങ്ങളെ ആരും ഇവനെ അറിയിച്ചിട്ടില്ല. ഇവൻ നേരെ ഇവൻ്റെ അളിയനെ വിളിച്ച് പറഞ്ഞു. അളിയൻ അവിടെ നിന്ന് നേരം ആലപ്പുഴയുള്ള അളിയൻ നിലമ്പൂർ അഷറഫിൻ്റെ അളിയനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ അഷറഫിൻ്റെ അളിയൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ മുഹമ്മദിനെ ചേലക്കുളത്തിൽ അറക്കപ്പഴി ചേലക്കുളത്തിൽ വിളിച്ച് പറഞ്ഞു. മുഹമ്മദ് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ അറിയണത്. 5:30 മറ്റു മൊബൈലിൽ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. ഇത് വേറെ മറ്റുള്ള എന്നാ വെച്ചാൽ അപ്പോൾ അതിൻ്റെ പേരിൽ ഇതെന്താ എന്ന് ഞങ്ങൾക്ക് അന്വേഷിക്കണം. പക്ഷേ ഈ അസ്മ 5:30 പ്രസവിച്ചെന്നുള്ളത് ഇവർ മൊബൈലിൽ വിട്ട് മറ്റുള്ള പിള്ളേർക്ക് അറിഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എനിക്കത് പരാതിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ പരാതി ഇല്ല. അത് പ്രസവിച്ച ബന്ധുക്കളെ അറിയിച്ച് മരണവിവരം ബന്ധുക്കളെ ആരെയും അറിയിച്ചിട്ടില്ല. അസ്മയുടെ ബന്ധുക്കളെ ആരെയും അവർ അറിയിച്ചിട്ടില്ല. അസ്മ മലപ്പുറത്ത് താമസിച്ച് അവിടെ നിന്ന് മരണപ്പെട്ടതിന് ശേഷം അസ്മയുടെ ശരീരവും ഇവൻ അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ഇവൻ്റെ 4-5 കൂട്ടുകാരന്മാർ ഒരുമിച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് അറക്കപ്പടിക്ക് എത്തണം. ഞങ്ങൾ അറിയണത് 3 മണി കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇവർ വന്നു കഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഇവർ പരസ്പര വിരുദ്ധ പറയണത്. ഞാൻ അസ്മയുടെ മൂത്ത കുട്ടീനോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ് 9 മണിക്ക് മരിച്ചെന്ന് പറയണത്. ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞ് 1:30 മണിക്കാണ് മരിച്ചെന്ന് പറയണത്. ഈ ബോഡി വണ്ടി കയറ്റിയ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ 11:30ക്കാണ് വണ്ടി കയറ്റിയെന്ന്. അപ്പോൾ 3 വ്യക്തികൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബലമായ സംശയം വന്നു. അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് പറഞ്ഞു അത് ഇത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പറ്റില്ല, ഇതെന്താണെന്ന് അന്വേഷിച്ചിട്ടേ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ തടഞ്ഞു വെച്ചു. അവരടക്കം കൊണ്ടുവന്നതാണ്. പക്ഷേ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ആംബുലൻസിൽ നിന്ന് ഇറക്കിയില്ല. ഞങ്ങളങ്ങനെ തന്നെ അവിടെ നിന്ന് നേരെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ പോലീസിൽ ഇവൻ അവിടെ നിന്ന് പെരുമ്പാവൂർ സ്റ്റേഷനിലേക്ക് വിളിച്ച് പെരുമ്പാവൂർ പോലീസുകാർ വന്ന് ആംബുലൻസിൽ മൃതദേഹം അങ്ങനെ തന്നെ ഞങ്ങൾ പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളെല്ലാം അവരോട് വിശദീകരിച്ച് പറഞ്ഞു. അത് അവർ മൊഴി എടുത്തിട്ട് നേരെ മലപ്പുറത്തേക്ക് അയച്ചു കൊടുത്ത്. മലപ്പുറത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പോലീസ് വന്നിട്ടുണ്ടായി. അതിനുശേഷം ഇന്നലെ രാത്രി അവനെ അറസ്റ്റ് ചെയ്തെന്നുള്ളതാണ് എനിക്ക് കിട്ടിയേക്കുന്ന വിവരം. അങ്ങനെയുള്ള ഹാർട്ട് സംബന്ധമായ അങ്ങനെയുള്ള അസുഖമൊന്നുമുള്ള പുള്ളിയല്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ഇവൾക്കെന്ന് പറയുമ്പോൾ ഇവളങ്ങനെ കാണുന്നതിൻ്റെ ചാടി ഓടി ഹോസ്പിറ്റലിൽ പോകുന്ന പുള്ളിയല്ല. എനിക്കറിയാം എൻ്റെ മകളാണ്, ഇത് എൻ്റെ പെങ്ങളുടെ മകളാണ്. എൻ്റെ പിള്ളേനെ ഈ പിള്ളേനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവള് പൂവമ്പഴം വഴിയിരുന്ന കുട്ടിയാണ്. പക്ഷേ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ പുള്ളിയെന്ന് പറയില്ല. അല്ലാതെ വേറെ ഞങ്ങൾക്ക് ഇവൻ തല്ലിക്കൊന്നും ഞാൻ പറയില്ല, ഇവൻ തല്ലിയെന്ന് ആക്രമിച്ചെന്നോ ഞാൻ പറയില്ല. പക്ഷേ ഇവൻ എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല, എന്തുകൊണ്ട് ഈ അസ്മയുടെ
ഇത് ബന്ധുക്കളെ ആരും അറിയിച്ചിട്ടില്ല. ചികിത്സ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ശ്വാസം മുട്ടുണ്ടായിട്ട് ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല. പ്രസവാനന്തരം ഇവൻ മതിയായ ചികിത്സ കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇവൻ പിള്ളേരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. ഈ ശ്വാസം മുട്ട് അനുഭവപ്പെട്ടപ്പോൾ ഇവൻ ഈ കുട്ടീനെയും തള്ളേനെയും ഹോസ്പിറ്റലിൽ ആക്കേണ്ടതാണ്. അത് ചെയ്തില്ല. അത് കഴിഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ അപ്പം തന്നെ എന്ത് വേണം, ഒന്നുപോലെ ഈ അസ്മയുടെ ആങ്ങളമാർ വിളിക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ എൻ്റെ മക്കളുടെ അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും ഇങ്ങനെ ഞങ്ങളുടെ ബന്ധുക്കളെ അസ്മയുടെ ബന്ധുക്കളെ ആരും അറിയിച്ചിട്ടില്ല. അവനറിയിച്ചത് അവൻ്റെ ജ്യേഷ്ഠൻ്റെ അളിയനെ വിളിച്ച് ഇവിടെ ആലപ്പുഴ കിടക്കുന്ന അയാൾ മലപ്പുറത്തുള്ള ആളെ വിളിച്ച് അങ്ങനെ അറിഞ്ഞാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവൻ്റെ ഉദ്ദേശം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാവിലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കവറടക്കിയിട്ട് മുങ്ങാന്നുള്ള ഇതിലാണ് വന്നത്. ഞങ്ങളെല്ലാവരും വളരെ കൂളായിട്ട് നിന്ന് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ഞങ്ങൾ വിടാനിട്ട് എന്താ ഇവിടെ വന്ന് കിട്ടിട്ടെ കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞോ. ഈ അസ്മാനെ സംബന്ധിച്ച് അങ്ങനെ അസ്മ ഓടിപ്പാഞ്ഞ് അങ്ങനെ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്കാരുടെ അടുക്ക പോകുന്ന ആളല്ല. മറ്റൊന്നും ഉദ്ദേശിച്ചുകൊണ്ട് പ്രസവം ഹോസ്പിറ്റലിൽ 4ാമത്തെ പ്രസവം വീട്ടിലാണെന്ന്, 5ാമത്തെ ഇത് വീട്ടിലാണ് പ്രസവിച്ചത്. വേറെ മറ്റുള്ള അസുഖമൊന്നുള്ള ആളല്ല. അപ്പോൾ അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സംസാരിക്കുമ്പോൾ അങ്ങനെ പറയും, അതിന് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞു. അവരെ മറ്റു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവൻ എന്തും കൊണ്ട് പരിസരവാസികൾ അറിഞ്ഞിട്ടില്ല. ആ വാടക വീട്ടിൽ താമസിക്കുന്ന വാടക താമസിക്കുന്ന വീട്ടുകാർ അറിഞ്ഞിട്ടില്ല. അടുത്ത് ഒരു 25 മീറ്റർ അകലുള്ളൊരു ഒരു അങ്ങേരായിട്ട് വിളിച്ച് അങ്ങേര് ബന്ധപ്പെട്ട് അറിഞ്ഞിട്ടില്ല. ഞാൻ പെരുമ്പാവൂർ സബ് ഇൻസ്പെക്ടറോട് പറഞ്ഞ് സബ് ഇൻസ്പെക്ടർ അവിടെ നിന്ന് നമ്പർ പ്രകാരം അവിടുത്തെ വീട്ടുകാരൻ സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ആളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. അവിടെ ഒരു ആൾക്കും അറിയില്ല. ഈ അസ്മയുടെ മൃതദേഹം വണ്ടിയിലേക്ക് കയറ്റാൻ നേരത്ത് വണ്ടിക്കാരോട് പറഞ്ഞൊരു പ്രായമായ ഒരു സ്ത്രീയാണ് മരിച്ചേക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതെ, ആ ഡ്രൈവർ ആ വിവരം പെരുമ്പാവൂർ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ മറ്റുള്ളതൊന്നും എനിക്ക് പറയാനില്ല. ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ കുട്ടികളെ കാര്യം ഓർത്തെങ്കിലും ഈ അസ്മാനെ അവൻ സംരക്ഷിച്ചില്ല. ആ മന്ത്രിച്ച് വെള്ളം കൊടുത്തെന്നാണ് എന്നോട് പറഞ്ഞത്. മന്ത്രിച്ച് വെള്ളം കൊടുത്തപ്പോൾ അത് ശിവയായി എന്ന് പറഞ്ഞു. പക്ഷേ അതിന് ശേഷമാണെങ്കിൽ കുട്ടീനെ കൊണ്ട് ഇവൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല. പക്ഷേ ഈ സംഭവിച്ചതിന് ശേഷമാണെങ്കിൽ ഇവൻ ആ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല. മേഡത്തിൻ്റെ വീട്ടിൽ വാടക താമസിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഒരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ വീട് പുര പൂട്ടിയിട്ട് പോകാൻ നേരത്ത് നിങ്ങളോട് വിളിച്ച് നിങ്ങളുടെ നാട്ടിലില്ലെങ്കിൽ വിളിച്ച് പറയണമല്ലോ. ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് ഞാൻ പോകുന്നത്. ഇതൊരു മരിപ്പാണ്, ഒരു മരണമാണ്, നിസ്സാരമല്ല. ആ മരണം ഈ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തി ആ നാട്ടിലൊരു കുഞ്ഞിനോട് അറിയിച്ചിട്ടില്ല. അയൽവാസികളോടോ പുരയുടെ ഉടമസ്ഥനോടോ അല്ലെങ്കിൽ അവിടുത്തെ ഹെൽത്തുകാർ 2-3 മാസം മുമ്പ് അവിടെ വീട്ടിൽ ചെന്ന് പറഞ്ഞത് ഇവരോട്. പക്ഷെ ഒന്നും ബന്ധപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ പേരിൽ എനിക്ക് സംശയമുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഇവൻ കൊന്നെന്ന് ഞാൻ പറയില്ല. ഇവൻ അടിച്ച് തച്ച് കൊന്നൊന്നും അല്ലെങ്കിൽ മറ്റുള്ളതല്ല.